ഹേ ഗായ്സ്, ഇതെന്താ ഇങ്ങനൊരു സ്പെഷ്യൽ കേക്ക് എന്നല്ലേ? ഇത് വിദ്യ ലക്കിക്കിന് വേണ്ടി ചെയ്ത ബർത്ത്ഡേ കേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ കേക്ക്. ഇന്നാണ്ട് ബർത്ത്ഡേ അല്ല, എന്നിരുന്നാൽ പോലും അവൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തേക്കൊരു ഓർഡറിന് വേണ്ടി വിദ്യ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ലക്കി ആകെ ബഹളം തുടങ്ങി. അവനും ഒരു കേക്ക് വേണമെന്നും പറഞ്ഞ്. അങ്ങനെ ലക്കിക്കൂട്ടിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കേക്കാണ് നേരത്തെ കണ്ടത്. ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിദ്യ കട്ട് ചെയ്ത് കൊടുക്കണമെന്നായി ആദ്യം. വിദ്യ കട്ട് ചെയ്ത് കൊടുക്കുന്ന കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണമെന്നായി. കുഞ്ഞിൻ്റെ സന്തോഷം ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കട്ട് ചെയ്ത് കൊടുത്ത് അവൻ ഹാപ്പി ആയിട്ട് അവിടെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യേണ്ട സമയമായി. അങ്ങനെ ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന 1 kg ബട്ടർ സ്കോച്ച് കേക്ക്. നമ്മൾ ഏകദേശം 2019 മുതൽ, കോവിഡിന് മുമ്പ് മുതലേ നമ്മൾ ഈ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കേക്ക് ഹോം ഡെലിവറി ഉണ്ട് നമുക്ക്. അപ്പം എന്ത് തരം ഓർഡേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി. വിദ്യയിലൊക്കെ പിറകിയിരിക്കുകയെന്ന് വെച്ചാൽ ഇന്ന് കേക്ക് കൈവച്ചുകൊണ്ട് ബാക്കി ഇരിക്കാനാണ് സൗകര്യം. ഫ്രണ്ട് ഇരുന്നാൽ പാടില്ല, ബ്രേക്ക് പിടിച്ചാൽ തട്ടുമെന്നുള്ളതുകൊണ്ട്. അങ്ങനെ കേക്ക് ഡെലിവറി നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ ബർഗർ ഷോപ്പാണിത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നിരുന്നാൽ ഫുഡ് ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ ചേട്ടൻ ഓർഡർ അനുസരിച്ച് കേക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നേരം പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ നമ്മുടേത് ബോക്സ് തന്നു. അങ്ങനെ അതും കൊണ്ട് കയറി വീട്ടിൽ പോയി കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടിയിലോട്ട് കയറിയ ഇവിടെ കണ്ടത് ലക്കിക്കുട്ടനെ വിട്ടിരുന്ന അവൻ്റെ സ്ഥിരം സർക്കസ് കാണിക്കുന്നതാണ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ വളരെ അടുത്താണ് നമ്മുടെ വീട്. ഇവിടുന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എൻ്റെ വണ്ടി കയറി അങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.